നമസ്കാരം. ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവർ കഴിഞ്ഞ ദിവസം ഒരു ആഹ്വാനം നടത്തി. സുഡിയോ ബഹിഷ്കരിക്കണം, ടാറ്റ ഗ്രൂപ്പിന്റെ ഉൽപ്പന്നങ്ങൾ അത് ബഹിഷ്കരിക്കണം. അവർ ഇസ്രായേലുമായി അവർക്ക് അടുത്ത ബന്ധമുണ്ട്, ഇസ്രായേലിനെ അവർ സഹായിക്കുന്നുണ്ട്, സൈനിക തലത്തിലും അതുപോലെ തന്നെ സാങ്കേതികമായും ഒക്കെയുള്ള സഹായങ്ങൾ ഇസ്രായേലിന് അവർ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ടാറ്റ ഗ്രൂപ്പിനെ, അവരുടെ ഉൽപ്പന്നങ്ങളെ ബഹിഷ്കരിച്ചേ മതിയാകൂ എന്ന ഒരു ആഹ്വാനമാണ് അവർ നടത്തിയത്. എന്നാൽ അതിനെ പല രീതിയിലും പലരും വ്യാഖ്യാനിച്ചു. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ പോലും അതിനെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചു. ഇവിടെ ആഗോളതലത്തിൽ ഇസ്രായേലിനെ മാറ്റി നിർത്തണം, ഒഴിവാക്കി നിർത്തണം, അവരെ ബഹിഷ്കരിക്കണം എന്ന രീതിയിലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്ന ഒരു സാഹചര്യമാണ്. ആഗോളതലത്തിൽ അത്തരത്തിലുള്ള ബഹിഷ്കരണങ്ങൾ നടക്കുന്നുണ്ട്, അത്തരത്തിലുള്ള ആഹ്വാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായി അത്തരത്തിലൊരു ആഹ്വാനത്തെ പിന്തുണച്ചു എന്നുള്ളതാണ് ഇവിടെ SIO ചെയ്ത ഒരു തെറ്റ്. എന്നാൽ ഇവിടെ SIO ചെയ്തപ്പോൾ, ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടന അത്തരത്തിലൊരു ആഹ്വാനം നടത്തിയപ്പോൾ അതിൽ ചിലരൊക്കെ ജാതി കാണുകയാണ്. ദയവ് ചെയ്ത് ഇത്തരം വിഷയങ്ങളിൽ ജാതി കാണരുത് എന്ന ഒരു അഭ്യർത്ഥനയാണ് എനിക്ക് നിങ്ങൾക്ക് മുന്നിൽ വെക്കാനുള്ളത്. ഈ കഴിഞ്ഞ ദിവസം ഇവിടെ സമൂഹ മാധ്യമങ്ങളിൽ അതുപോലെ തന്നെ മുഖ്യധാര മാധ്യമങ്ങളിലൊക്കെ പ്രത്യക്ഷപ്പെട്ട ചില വാർത്തകളുണ്ട്. ആ വാർത്തകളുമായി ബന്ധപ്പെട്ടുള്ള ചില വിവരങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് കൊണ്ടുവരികയാണ്. ഇന്നലെയായിരുന്നു നമ്മളൊക്കെ ബലിപെരുന്നാൾ ആഘോഷിച്ചത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നലെയും മിനിഞ്ഞാന്നുമായി പലരും ബലിപെരുന്നാൾ ആഘോഷിച്ചു. നമ്മളൊക്കെ ആഘോഷിച്ചത് ഇന്നലെയാണ്. ഗസയിലും ഇന്നലെയായിരുന്നു ബലിപെരുന്നാൾ ആഘോഷം. ആഘോഷമൊന്നും ഉണ്ടായിരുന്നില്ല. ആ സ്മരണ പുതുക്കാൻ പോലും അവർക്ക് കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതായത് നമ്മളൊക്കെ 2 ദിവസമായി, പെരുന്നാളിന് 2 ദിവസം മുമ്പ് തന്നെ നമ്മളൊക്കെ വലിയ തിരക്കിലായിരുന്നു. വീട്ടിലേക്ക് ഭക്ഷണം പാകം ചെയ്യുന്നതിന് വേണ്ടിയുള്ള സാധനങ്ങൾ വാങ്ങണം, കുട്ടികൾക്ക് വസ്ത്രം വാങ്ങിക്കണം, കൊച്ചുമക്കളൊക്കെ കയ്യിൽ മൈലാഞ്ചി ഇട്ട് അവരൊക്കെ വലിയ സന്തോഷം അവരുടെ ഭാഗത്തൊക്കെ അവർ പ്രകടിപ്പിച്ചിരുന്നു. അത്തരത്തിലുള്ള ഒരുപാട് സാഹചര്യങ്ങൾ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു. നമ്മളൊക്കെ അത് നേരിട്ട് കണ്ടതാണ്. എന്നാൽ ഗസയിലെ പെരുന്നാൾ ആഘോഷവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വാർത്തകൾ വളരെ ദയനീയമാണ്. പെരുന്നാളിന് 2 ദിവസം മുമ്പ് ഭക്ഷണം കൊടുക്കാം എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി അവരെ ഇസ്രായേലികൾ നിറയൊഴിച്ചു കൊന്നു. അത് ഹമാസാണ് ചെയ്തത് എന്ന രീതിയിലുള്ള ഒരു ആരോപണം അവരുടെ ഭാഗത്ത് നിന്ന് ആദ്യം ഉണ്ടായി. എന്നാൽ ഇപ്പോൾ ഇസ്രായേൽ പറയുന്നു, ഞങ്ങൾ ഒരു വിഭാഗത്തെ ഗസയിൽ ആയുധം കൊടുത്ത് വളർത്തിയെടുക്കുന്നുണ്ട്. അവർ തന്നെ തുറന്നു സമ്മതിക്കുകയാണ്. അതായത് ഇസ്രായേൽ തന്നെയാണ് അതിന് പുറകിൽ പ്രവർത്തിച്ചത് എന്ന് ഈ ഒരു കുറ്റസമ്മതത്തോടു കൂടി വ്യക്തമായിരിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളൊക്കെ 10 രൂപക്കാണ് പാർലേജി ബിസ്ക്കറ്റ് വാങ്ങിച്ചു കഴിക്കുന്നത്. ഏറ്റവും വില കുറഞ്ഞൊരു ബിസ്ക്കറ്റാണ്. എന്നാൽ ഇവിടെ ഗസയിലെ കൊച്ചുമക്കൾ പാർലേജി ബിസ്ക്കറ്റ് വേണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടപ്പോൾ അവർ ഈ പാർലേജി ബിസ്ക്കറ്റ് സ്വന്തമാക്കിയത്, അവരുടെ രക്ഷിതാക്കൾ അവർക്കത് വാങ്ങിച്ചു കൊടുത്തത് 2400-ലധികം രൂപ കൊടുത്താണ്. ഭക്ഷണം പാകം ചെയ്യുന്നതിന് വേണ്ടിയുള്ള എണ്ണ അവർ വാങ്ങിച്ചത് 4000-ലധികം രൂപ കൊടുത്തിട്ടാണ്. അരിയും അരിമാവും ഒക്കെ അവർ വാങ്ങിക്കുന്നത് ആയിരക്കണക്കിന് രൂപ കൊടുത്തിട്ടാണ്. ചിലപ്പോഴൊക്കെ വില കുറയും, ചില സമയത്ത് ഇത് വല്ലാതെ ടൈറ്റ് ആവുന്ന സമയത്ത് ഇതിന് വളരെയധികം വില കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ വളരെയധികം വില കൂടിയ ഒരു സമയമാണ്. ഇസ്രായേലും അതുപോലെ തന്നെ ഗസയിൽ സഹായം വിതരണം ചെയ്യുന്ന, പലപ്പോഴും വരുന്ന ട്രക്കുകളിൽ നിന്നും കിട്ടുന്ന ആ സഹായം അത് ചിലരൊക്കെ കൈപ്പറ്റുന്നു. അവരത് കരിഞ്ചന്തയിൽ വിൽക്കുന്നു. ആ കരിഞ്ചന്തയിൽ ഇത് വാങ്ങിക്കുന്നതിന് വേണ്ടി വലിയ തുക കൊടുക്കേണ്ടി വരുന്നു. എന്നാൽ എല്ലായ്പ്പോഴും കിട്ടുന്നില്ല. ആവശ്യപ്പെട്ട് മാസങ്ങൾക്ക് ശേഷമാണ് പാർലേജി ബിസ്ക്കറ്റും അതുപോലെ തന്നെ ഭക്ഷണവും ഒക്കെ കിട്ടുന്നത്. ഈ പെരുന്നാളായിട്ടും പ്രത്യേകിച്ച് മാറ്റമൊന്നും ഗസയിൽ ഉണ്ടായിട്ടില്ല. ഭക്ഷണം വാങ്ങാൻ പണം കൊടുത്താൽ പോലും കിട്ടാത്ത ഒരു സാഹചര്യമാണ്. ഗസക്കാരുടെ പക്കൽ പണമില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. അതേസമയം അത് എങ്ങനെയെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചാൽ അത് കൊടുത്താൽ പോലും കഴിക്കാനുള്ള ഭക്ഷണം കിട്ടാനില്ല. അത് കിട്ടണമെങ്കിൽ വലിയ തുക കൊടുക്കേണ്ട ഒരു അവസ്ഥ. കൊച്ചുമക്കളെ സംബന്ധിച്ചിടത്തോളം അവർ മരണം കാത്തിരിക്കുകയാണ്. ഏത് നിമിഷവും അവർ മരണപ്പെടും എന്നുള്ള ഒരു ബോധ്യം അവർക്കുണ്ട്. എപ്പോൾ വേണമെങ്കിലും ഇസ്രായേലിന്റെ ക്രൂരമായിട്ടുള്ള ഒരു ആക്രമണം അല്ലെങ്കിൽ ഉഗ്ര പ്രഹരശേഷിയുള്ള ബോംബുകൾ അവർക്ക് മേൽ വർഷിക്കും. അതവർ കാത്തിരിക്കുകയാണ്, അവർ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. നേരത്തെയൊക്കെ പുറത്തു വന്ന ഒരുപാട് വാർത്തകളുണ്ട്. കുട്ടികൾ മരണപ്പെട്ടാൽ മാറിപ്പോകാതിരിക്കുന്നതിന് വേണ്ടി അവരവരുടെ കൈകളിൽ പേരെഴുതി വെച്ചിട്ട് അവരെന്ത് ചെയ്യുന്നു, അവർ രാത്രി കിടന്നുറങ്ങുന്നു. അതുപോലെ തന്നെ കളിപ്പാട്ടം അവർ ആർക്ക് കൊടുക്കണം എന്നതിനെ കുറിച്ച് അവർ എഴുതി വെക്കുന്നു. എന്റെ കളിപ്പാട്ടം ഞാൻ മരിക്കുകയാണെങ്കിൽ അത് എന്റെ കൂട്ടുകാരിക്ക് കൊടുക്കണം, എനിക്കിഷ്ടമുള്ള എന്റെ കൂട്ടുകാരിക്ക് കൊടുക്കണം എന്നൊക്കെ, അല്ലെങ്കിൽ കൂട്ടുകാരന് കൊടുക്കണം എന്നൊക്കെ എഴുതി വെച്ച് അവർ മരണത്തെ കാത്തിരിക്കുന്ന ഒരു സാഹചര്യം. ഇതാണ് ഗസയിലെ അവസ്ഥ. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത്തരത്തിൽ ഗസയെ മാറ്റുന്നതിനു വേണ്ടി ഇസ്രായേൽ നടത്തിയ നീക്കങ്ങൾ ചെറുതല്ല. ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് അങ്ങേയറ്റം ക്രൂരമായിട്ടുള്ള ഒരുപാട് നീക്കങ്ങൾ ഉണ്ടായി. ഏറ്റവും വലിയ നീചകൃത്യം ലോകത്ത് ഇന്ന് ഇസ്രായേലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോകം മുഴുവൻ ഇസ്രായേലിന് വെറുക്കുകയാണ്.
ഐക്യരാഷ്ട്രസഭയുടെ ഭാഗത്തു നിന്നും പലപ്പോഴും ഇസ്രായേലിനെതിരെ പല പരാമർശങ്ങളും ഉണ്ടായി. അതുപോലെ തന്നെ ഇവിടെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഇസ്രായേൽ നടത്തുന്നത് വംശഹത്യയാണ്, യുദ്ധക്കുറ്റമാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഒട്ടനവധി ജഡ്ജ്മെന്റുകൾ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഇത്തരത്തിലുള്ള ഒരു രാജ്യവുമായി, അതായത് ഇസ്രായേലുമായി ബന്ധം പുലർത്തുന്ന രാജ്യങ്ങളൊക്കെ അവരുമായി ബന്ധം വേണ്ടെന്ന് വെക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി. സ്പെയിനിന്റെ ഭാഗത്തു നിന്ന് ഈ അടുത്തിടെ ഉണ്ടായിട്ടുള്ള ഒരു തീരുമാനം, ഇസ്രായേലുമായിട്ടുള്ള എല്ലാവിധ വ്യാപാര കരാറുകളും അവർ വേണ്ടെന്ന് വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ, യൂറോപ്യൻ രാജ്യങ്ങൾ ഇസ്രായേലുമായിട്ടുള്ള ബന്ധം വേണ്ടെന്ന് വെക്കാൻ അവർ തയ്യാറായി. ലോകാരോഗ്യ സംഘടനയുടെ വാർഷിക അസംബ്ലിയിൽ 96ഓളം രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ രംഗത്തെത്തി. 4 രാജ്യങ്ങൾ മാത്രമാണ് ഇസ്രായേലിനെ അനുകൂലിച്ച് രംഗത്തെത്തിയത്. 26ഓളം രാജ്യങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. അത്രമാത്രം ലോകത്ത് ആഗോള തലത്തിൽ തന്നെ ഇസ്രായേൽ ശരിയല്ല, ഇസ്രായേലിന്റെ നീക്കങ്ങൾ ശരിയല്ല, ഇസ്രായേലിനെ മാറ്റി നിർത്തണം, ബഹിഷ്കരിക്കണം, അവരുമായി വ്യാപാരം വേണ്ട എന്ന ഒരു തീരുമാനം ഇന്നത്തെ സാഹചര്യത്തിൽ നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിൽ ആഗോള തലത്തിൽ നടക്കുന്ന ഒരു വിഷയം, അല്ലെ ആഗോള തലത്തിൽ പലരും ആഹ്വാനം ചെയ്തിട്ടുള്ള ഒരു വിഷയം ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടന ഏറ്റെടുത്തപ്പോൾ ചില ആളുകളൊക്കെ ആ വിഷയത്തിൽ ജാതി കാണുന്നു. എന്തായാലും എനിക്ക് പറയാനുള്ളത്, ഈ വിഷയത്തിൽ ജാതി കാണാൻ ശ്രമിക്കരുത്. തീർച്ചയായും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ മാറ്റി നിർത്തണം, അവരെ ബഹിഷ്കരിക്കണം, അവരുമായി ബന്ധം നിലനിർത്തുന്ന, അവരുമായി വ്യാപാര ബന്ധമുള്ള, അവരെ സഹായിക്കുന്ന ആളുകളെയും ബഹിഷ്കരിക്കണം. ബഹിഷ്കരണത്തിന്റെ ചൂട് ഇത്തരത്തിലുള്ള ആളുകൾ അറിയണം. അത് ടാറ്റയാണെങ്കിലും, ഇനി ബിർളയാണെങ്കിലും, അംബാനിയാണെങ്കിലും, മഹീന്ദ്രയാണെങ്കിലും, അദാനിയാണെങ്കിലും, ആരാണെങ്കിലും ശരി, ആ ബഹിഷ്കരണത്തിന്റെ ചൂട് അവർ അറിഞ്ഞേ മതിയാകും.